Hi, this session is entirely based on the syllabus of CMA Foundation course, Fundamentals of Economics. So here we will see the relation between AR, that is average revenue, MR, marginal revenue, and elasticity of demand. I am not going into the details of AR, MR and elasticity of demand, but there is a much important relation between these three. Okay, so while we were discussing the theory of market, we already explained that in the case of a firm, AR curve is also the demand curve. ഇപ്പോൾ ഫേമിൻ്റെ കേസിൽ നാം പറഞ്ഞിരുന്നു AR കർവ് തന്നെയാണെന്ന് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ഡിമാൻഡ് കർവ് ഓർ AR കർവ്, ആവറേജ് റവന്യൂ കർവ്. ആൻഡ് ഇഫ് വി ഹാവ് എ ലീനിയർ ഡിമാൻഡ് കർവ് ടച്ചിങ് ബോത്ത് ആക്സിസ്, അല്ലെ, ഇവിടെ എന്താണ്, രണ്ട് ആക്സിസിനെയും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലീനിയർ ഡിമാൻഡ് കർവ് ആണ്. സോ ഇൻ ദിസ് കേസ് ഇലാസ്റ്റിസിറ്റി ക്യാൻ ബി ഫൈൻഡ് ഔട്ട് by using the formula lower segment divided by upper segment. Lower segment divided by upper segment. So we have already seen that in a linear demand curve, midpoint elasticity will be equal to 1, and above midpoint elasticity will be greater than 1, and below midpoint elasticity will be less than 1. അല്ലേ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാർജിനൽ റവന്യൂ കൂടി വരയ്ക്കുകയാണ്. മാർജിനൽ റവന്യൂ, ഓക്കെ, മാർജിനൽ റവന്യൂ. ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇലാസ്റ്റിസിറ്റി, അല്ലേ, എവിടെയാ കണ്ടത്, ഡിമാൻഡ് കർവിൽ. ഡിമാൻഡ് കർവ് തന്നെയാണെന്ത്, AR കർവ്, അല്ലേ. അപ്പോൾ AR കർവിനെയാണ് നമ്മൾ ഇവിടെ എന്ത് വിളിച്ചത്, ഡിമാൻഡ് കർവ് എന്ന് വിളിച്ചത്. അതിൻ്റെ മിഡ് പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി 1 ആണ്. ഇനി MR ശ്രദ്ധിച്ചു നോക്കൂ. വെൻ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1, അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MR എത്രയാ, നേരെ ഈ ആക്സിസിലായിരിക്കും. ഓക്കെ, 0 ആയിരിക്കും. എന്തായിരിക്കും, 0 ആയിരിക്കും. Okay, so when elasticity is equal to 1, MR is equal to 0. Okay, ഇനി ഇവിടെ നോക്കൂ, ഇതിൻ്റെ മുകളിലേക്ക് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. MR കുറയുന്നുണ്ടെങ്കിലും ബട്ട് ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ വെൻ ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1, MR ഈസ് പോസിറ്റീവ്. MR എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇലാസ്റ്റിസിറ്റി 1നേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1, ബട്ട് MR ഗോസ് ടു നെഗറ്റീവ്. MR എന്താണ്, നെഗറ്റീവ് ആണ്. ഫൈൻ. അപ്പോൾ ഈ റിലേഷൻ കീപ്പ് ഇൻ യുവർ മൈൻഡ്, അല്ലേ. പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യം വരും. വെൻ MR ഈസ് ഈക്വൽ ടു 0, MR 0 ആകുമ്പോൾ the value of elasticity is infinity, greater than 1, less than 1, 1. എന്താണ് ഉത്തരം, എന്താണ്, 1 ആണ്. അപ്പോൾ MR 0 ആണോ, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. MR പോസിറ്റീവ് ആണോ, ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. MR നെഗറ്റീവ് ആണോ, ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. ഇനി അതിനെ തിരിച്ചും പറയാം, അല്ലേ. ഇഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1, the value of MR is 0. If elasticity is greater than 1, MR will be positive, and if elasticity is less than 1, MR will be negative.
ഈ ഒരു എ ആറും എം ആറും അതുപോലെ ഇലാസ്റ്റിസിറ്റിയും വെച്ചുകൊണ്ട് ചെറിയൊരു റിലേഷൻ കാണിക്കുകയാണ് ഒരു ഇക്വേഷൻ രൂപത്തിൽ. ഇലാസ്റ്റിസിറ്റി ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് ദ ഫോർമുല എ ആർ ഡിവൈഡഡ് ബൈ എ ആർ മൈനസ് എം ആർ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലാസ്റ്റിസിറ്റി കാണാവുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ ഇലാസ്റ്റിസിറ്റി കാണാൻ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ദിസ് ആൾസോ ക്യാൻ ബി യൂസ്ഡ്. സോ ഹിയർ സപ്പോസ് ഇഫ് എം ആർ ഈസ് 0, ഇഫ് എം ആർ ഈസ് 0 അല്ലേ, എം ആർ 0 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ? എ ആർ ഓക്കെ ഡിവൈഡഡ് ബൈ എ ആർ മൈനസ് 0 അല്ലേ. 0 എ ആർ എന്നൊരു സംഖ്യയിൽ നിന്ന് 0 പോയി കഴിഞ്ഞാൽ അത് തന്നെയാണ്. സോ എ ആർ ബൈ എ ആർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. Isn't it? If MR is 0, elasticity will be equal to 1. Fine. Now, this equation can be rearranged like this. ഈ എ ആർ മൈനസ് എം ആറിന് ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ഇലാസ്റ്റിസിറ്റി ഇൻറ്റു എ ആർ മൈനസ് എം ആർ ഓക്കെ ഈക്വൽ ടു എ ആർ. ഓക്കെ, ഇനി ഞാൻ റീഅറേഞ്ച് ചെയ്യുന്നു. ഇലാസ്റ്റിസിറ്റി ഇൻറ്റു എ ആർ മൈനസ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു എം ആർ ഈക്വൽ ടു എ ആർ. ഓക്കെ ഫൈൻ. സോ ഈ ഇലാസ്റ്റിസിറ്റി ഇൻറ്റു എം ആറിനെ ഞാൻ ആ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, എ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. സോ ഇലാസ്റ്റിസിറ്റി ഇൻറ്റു എ ആർ, ഈ എ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എ ആർ ഇൻറ്റു ഇലാസ്റ്റിസിറ്റി ഇൻറ്റു എം ആർ. ഓക്കെ ആണോ? ഇവിടെ ഇനി എ ആർ രണ്ടിലും കോമൺ ആണ്. സോ എ ആർ ക്യാൻ ബി ഫൈൻ എന്താണ് ഫാക്റ്റഡ് ഔട്ട്, നമുക്ക് പുറത്തെടുക്കാം. സോ എ ആറിനെ ഞാൻ പുറത്തെടുത്തു, എ ആർ പുറത്തെടുത്തു, ബ്രാക്കറ്റിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഇവിടെ എന്താ ബാക്കിയുള്ളത്? എ ആറിന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇ ബാക്കിയുണ്ട്, ഇലാസ്റ്റിസിറ്റി ബാക്കിയുണ്ട്. ഇലാസ്റ്റിസിറ്റിയെ കാണിക്കാനാണ് ഈ സ്മോൾ ലെറ്റർ ഇ ഉപയോഗിച്ചത്. ഇവിടെ ഒരു 1 ബാക്കിയുണ്ട്. ഈക്വൽ ടു ഓക്കെ ഈ ഇലാസ്റ്റിസിറ്റി ഇൻറ്റു എം ആറിന് ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതുന്നു, മാർജിനൽ റവന്യൂ ഇൻറ്റു ഇലാസ്റ്റിസിറ്റി. സോ എ ആർ ക്യാൻ ബി ഓക്കെ എ ആർ ഇവിടെ വെച്ചു. ഇനി ഈ -1നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, എം ആർ ഇൻറ്റു ഇ ബൈ ഇ -1. ഓക്കെ, സോ ഇൻ യുവർ എക്സാം യു വിൽ ബി ഗിവൺ ഇലാസ്റ്റിസിറ്റി ആൻഡ് എം ആർ. So we can find out AR by using this formula. ഇനി അതല്ല ഈ റൂട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കണ്ടെത്താം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല ഈസ് റൈറ്റ്, ട്രൂ ഓർ ഫാൾസ് രീതിയിൽ തന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല അറിയണം. ഓക്കെ, സോ സിമിലർലി ഈ എം ആർ ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, എ ആർ ഇൻറ്റു ഇതിൻ്റെ മുകളിലേക്ക് വരും ഇ -1 ഡിവൈഡഡ് ബൈ ഇ. ഓക്കെ, so it can be rearranged as MR is equal to AR into 1 minus 1 by E. Okay, so keep all these 3 formulas in your memory. Okay, ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, പരീക്ഷയിൽ ചോദ്യങ്ങൾ വരിക. ഓക്കെ, സോ let us take 2 examples, 2 or 3 examples. Here AR is 10, average revenue is 10, and we have the value of elasticity equal to 2. We have to find out MR, marginal revenue. And one more thing should be noted, AR is nothing but TR by Q. ടോട്ടൽ റവന്യൂവിനെ നമ്പർ ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ആൻഡ് TR ക്യാൻ ബി പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി
അല്ലേ? ടി ആർ കണ്ടെത്താൻ പ്രൈസിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുക. സോ എ ആർ ഈസ് നത്തിങ് ബട്ട് പി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ബോത്ത് ക്യൂ ക്യാൻ ബി ക്യാൻസൽ. സോ ഇറ്റ് ഈസ് പ്രൈസ്. സോ എ ആർ ഈസ് നത്തിങ് ബട്ട് പ്രൈസ്. സോ മേ ബി ക്വസ്റ്റ്യനിൽ എ ആർ എന്നായിരിക്കൂല നൽകുന്നത്, പ്രൈസ് ആയിരിക്കും നൽകുക. ബോത്ത് ആർ ഈക്വൽ. സോ ഹിയർ വി ഹാവ് എ ആർ ഈക്വൽ ടു 10, ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 2, എം ആർ is ഈക്വൽ ടു, അല്ലേ? എം ആർ ആണ് കണ്ടെത്തേണ്ടത്, മാർജിനൽ റവന്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ആൻഡ് വി ഹാവ് എം ആർ is ഈക്വൽ ടു എ ആർ ഇൻറ്റു ഇ മൈനസ് 1. ഇ മീൻസ് ഇലാസ്റ്റിസിറ്റി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിസിറ്റി. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി എം ആർ ആണ് കാണുക. എ ആർ ഈസ് ഗിവൺ 10, elasticity is 2. Okay, so 2 minus 1 divided by 2. So it will be equal to 10 into 2 minus 1, 1, that is 1 by 2. So answer will be 5. Answer will be 5. Okay, fine. So here we have MR is equal to 15. ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4 ആണ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എ ആർ, ആവറേജ് റവന്യൂ. ആൻഡ് ഫ്രം ദി ഇക്വേഷൻ എ ആർ is equal to ആവറേജ് റവന്യൂ വിൽ ബി ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഇൻറ്റു ഈ ഇലാസ്റ്റിസിറ്റി ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിസിറ്റി മൈനസ് 1. Okay, can be given in a bracket, no issues. So AR will be equal to MR, it is already given 15 into elasticity എന്ന് പറയുന്നത് 4 ആണ്, അല്ലേ? 4 divided by 4 minus 1, അല്ലേ? 4 minus 1, that is 3. So it will be like 15 into 4, that is 60. 60 by 3, that is 20. So AR is 20. Fine? Good. Here we have another question. Find the price of a commodity. ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് കണ്ടെത്താനാണ്, വില കണ്ടെത്താനാണ്. ഇഫ് MR is 9, മാർജിനൽ റവന്യൂ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 9, ആൻഡ് ദ ഇലാസ്റ്റിസിറ്റി ഈസ് 3. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? Marginal revenue is given as 9 and elasticity is 3. We have to find out the price of a commodity. Price is nothing but average revenue, isn't it? So we have AR is equal to MR into E minus E divided by E minus 1. Elasticity value ആണ്. E stands for elasticity. Okay, so here we will have MR, we have 9. Okay, elasticity we have 3 divided by 3 minus 1. 3 minus 1, isn't it? So we will have 9 into 3 divided by 2. So 9 into 3, 27. Divided by 2, we will have 13.5. Fine. Okay, just do it. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, it will be clear. Okay, fine.